ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി പെട്ടെന്ന് വണ്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് മാറാൻ? അല്ല, കുറച്ചാളായിട്ട് ആലോചിക്കുന്നു. ഇപ്പൊ സാഹചര്യം വന്നപ്പോ ഇതിവിടെ കൊണ്ടിട്ട് കാര്യം സലാവുവിനോട് പറഞ്ഞു. പറയണം. ഒരു കാര്യം ചെയ്യേ, ബാക്കി ക്യാഷ് കൊടുത്ത് ഈ സ്ഥലം തീർപ്പാക്കാൻ നോക്ക്. അല്ലെങ്കിൽ പെട്ടെന്ന് പറയുമ്പം അത് എൻ്റെ ബുദ്ധിമുട്ടൊക്കെ അങ്കിളിന് അറിയാലോ. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു വിലയിട്ടിട്ട് ഈ വണ്ടികളൊക്കെ ഞാൻ എടുക്കാം. സലാവിന് കൊടുത്ത 10 ഞാൻ തരാം. പിന്നെ കച്ചവടം ഞാനും സലാവും തമ്മിലായല്ലോ. ജിമ്മിയുടെ തൽക്കാലത്തെ പ്രശ്നവും തീരും. എന്തേ? അല്ല അല്ല അച്ഛൻ അങ്ങനെയല്ലായിരുന്നല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. മുമ്പത്തെ പോലെയല്ലല്ലോ ഇപ്പൊ കാര്യങ്ങള്, അല്ലേ ജിമ്മി? അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്കിള് കൂടെ ഉണ്ടാവണം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി ജിമ്മി ആലോചിച്ച് പറയും. ആടാ, പേടിക്കണ്ട, അച്ഛനോട് ഞാൻ ഒന്നോടെ സംസാരിച്ചു നോക്കാം. എപ്പോ ചെന്നിട്ട് എന്നാ പോ. വെള്ളം കുടിക്കേ. ഹലോ. ഹലോ ജിമ്മി, താൻ വീടോട്ട് ഇറങ്ങി കേട്ടല്ലോ, എന്താ സംഭവം? ഞാൻ ഒരു അവസരം നോക്കിക്കുമായിരുന്നു, ഇപ്പോഴേ ചാൻസ് കിട്ടിയത്. എൻ്റെ അറിവിൽ അവർക്ക് കുറച്ച് സ്നേഹക്കൂടുണ്ടെന്നല്ലാണ്ട് അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ലല്ലോ. നമുക്കങ്ങനെ പുറത്ത് നോക്കിയാൽ കാണാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ചില വീട്ടിലുണ്ടാവില്ലേ? ഇപ്പൊ തൻ്റെ വീട്ടിലും കാണും. ഓക്കെ. അല്ല, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, താൻ നിത്യയെ കണ്ടിരുന്നോ? സംസാരിച്ചോ? ആ, സംസാരിച്ചു. അല്ല, നിങ്ങൾ കണ്ടതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലായിരുന്നു. എന്നോട് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എടോ, ഞാൻ തന്നോട് പറയാൻ വരികയായിരുന്നു. ജിമ്മി, ഞാൻ വിളിക്കാം, കുറച്ച് തിരക്കില്ല. ഈ വരുൺ ഇങ്ങനെ ഇതേ ആറ്റിറ്റ്യൂഡ് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോയാലേ
ഈ അടുത്ത കാലത്തൊന്നും ഡൈവേഴ്സ് കിട്ടില്ല. ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരു ഫിസിക്കൽ അബ്യൂസ് കേസ് ചാർജ് ചെയ്യണം. ആ വഴിക്ക് പോണമെന്നില്ല സാർ. എന്നാ പിന്നെ കേസ് നീണ്ടു പോകും. അയാൾ ഓരോ തവണയും കൗൺസിലിംഗ് സെഷനിൽ വന്ന് നല്ല പുള്ള കളിച്ചങ്ങ് പോകും. കേസ് അങ്ങനെ നീണ്ടുപോകും. ഡൈവേഴ്സ് ഒന്നും കിട്ടൂല. യു പ്ലീസ് ഹാവ് ഇറ്റ്. ഞാൻ എൻ്റെ സിൻസിയർ ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. യു ക്യാൻ തിങ്ക് ഓവർ ആൻഡ് ടെൽ മീ. വി വിൽ ഡു അക്കോർഡിംഗ്ലി. ഓക്കെ? ഇത് എത്രാമത്തെ പ്രാവശ്യമായി കാണണേ? അവൻ ഉറങ്ങിയോ? ആ, എനിക്ക് നല്ല വിശപ്പ്. നല്ല മൂഡിലെല്ലാം തോന്നുന്നു. നീ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ ഇങ്ങനെ വിശക്കാനായിട്ട്? ആ ഡ്രസ്സൊന്ന് മാറിയിട്ട് നിനക്ക് ഇരുന്നൂടായിരുന്നോ? പപ്പടല്ലേ അമ്മേ? അച്ഛനും അതെ മോളും അതെ, ഒരു കാര്യം പറഞ്ഞ് കേൾക്കൂല. മോളെ പോയിട്ടെന്തായി? സ്ഥിരം പരിപാടി തന്നെ. അയാൾ വന്ന് മാന്യം കളിച്ച് ബാക്കി എല്ലാവരെയും മണ്ടന്മാരാക്കിയിട്ട് പോയി. വക്കീൽ എന്ത് പറഞ്ഞു? എന്തു പറയാന്, ഇതൊക്കെ തന്നെ. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? ഇതെന്തായാലും ഡിവോഴ്സിലേ ചെന്ന് എത്തുള്ളൂ. അത് മാക്സിമം നീട്ടിക്കൊണ്ടുപോകാൻ മാത്രം ഇയാളെ കൊണ്ട് പറ്റും. എന്നെ ബുദ്ധിമുട്ടിക്കാന്നല്ലാതെ വേറെ യാതൊരു ഉദ്ദേശവും അയാൾക്കില്ല. മോളുടെ മനസ്സിപ്പോഴും വക്കീൽ ഓഫീസിൽ തന്നെയാണോ? ഏയ്, ധ്രുവിന്റെ ഫുട്ബോൾ ക്യാമ്പിൽ വെച്ച് ജിമ്മീനെ കണ്ടിരുന്നു. അതിനിങ്ങനെ നോക്കണ്ട, ജസ്റ്റ് കണ്ടു, കുറച്ചേരം സംസാരിച്ചിരുന്നു, അത്രേ ഉള്ളൂ. എണീറ്റോ? വരാം. ഇനി ഇതാലോചിച്ച് നേരം വെളുപ്പിക്കണ്ട.